ഇന്ന് ഈ ഒരു വലിയ പെട്ടിയൊക്കെ താങ്ങി പിടിച്ച് വരുന്നത് ആശിച്ച് മോഹിച്ച് കുറേ നാളായിട്ട് കാത്തിലിട്ട് വെച്ചിരുന്ന സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയതിൻ്റെ സന്തോഷമാണേ. മാത്രമല്ല ഇന്നിത് കൈ കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് വെറുതെ ഇങ്ങനെ ഫോൺ നോക്കി ഇരിക്കുമ്പോഴാണ് എനിക്കൊരു കോൾ വരുന്നത്. അത് നമ്മുടെ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാനുള്ളതായിരിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഡെലിവറി ഡേറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഏപ്രിൽ 18 കണ്ട് ആയതുകൊണ്ട് ഞാൻ മെസ്സേജും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അവർ താഴേക്ക് കൊണ്ടുവരില്ല എന്ന് പറഞ്ഞത് കാരണം ഞാൻ മുകളിലേക്ക് കയറി പോയതാണ്. സാധാരണ താഴെ വരെ കൊണ്ടുവരാറുള്ളതാണ്. ഇന്നിപ്പോൾ വലിയ വണ്ടിയിലായതുകൊണ്ട് മുകളിലേക്കൊന്ന് കയറി ചെല്ലാവോ എന്ന് ചോദിച്ചിട്ട് ഞാനാണ് പോയി എടുത്തിട്ട് വന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് എത്ര പ്രാവശ്യം ഞാൻ കാർട്ടിലിട്ട് വെച്ചിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം ഓരോ പ്രൊഡക്ട്സും നമ്മളിതുപോലെ കാർട്ടിലിട്ട് വെക്കും. കാർട്ട് ഫുള്ളാവുമ്പോൾ അവസാനം അടുത്തത് ആഡ് ചെയ്യാനായിട്ട് റിമൂവ് ചെയ്ത് കളയേണ്ടി വരും കേട്ടോ. അപ്പോഴാണ് ഇതൊക്കെ റിമൂവ് ചെയ്ത് കളയുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ സാധനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് സംഭവം. ഇത് 2 പീസായിട്ടാണ് ജോയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ. ഒരു വെർട്ടിക്കൽ സ്റ്റാൻഡാണേ. ഇതിനു മുന്നേ ഒരു പ്രാവശ്യം ഞാൻ ഓർഡർ ചെയ്തിട്ട് അത് ക്യാൻസലായി പോയിരുന്നു. കാരണം പ്രൊഡക്റ്റ് തീർന്നു പോയിട്ടാണെന്ന് തോന്നുന്നു. നല്ല മൂവിങ് ഉള്ള പ്രൊഡക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 2 പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വെച്ചേക്കാണ്. അതിന് നമുക്ക് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തൊന്ന് എടുത്തിട്ട് നമ്മളതിനെ നട്ടും ബോൾട്ടും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അത് വെച്ച് നമ്മൾ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഞാൻ ആദ്യം ഇത് എടുത്തപ്പോൾ നട്ടും ബോൾട്ടും ഉള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഒരെണ്ണം താഴെ പോയിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചെടുക്കണം. എനിവേ നിങ്ങൾ ആരെങ്കിലും മേടിക്കുകയാണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. സാധനം മിസ്സായി പോയാൽ പിന്നെ നമ്മൾ വേറെ കണ്ടെത്തേണ്ടി വരും. അതുകൊണ്ടാണേ. ഇത് കൊണ്ടുവന്ന സമയത്ത് മോൻ എനിക്കൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് അവന് മദ്രസയിൽ പോകാൻ ടൈം ആയപ്പോൾ അവൻ പോയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇൻസ്ട്രക്ഷൻ തരാനൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായേനെ. ഇത് ജോയിൻ ചെയ്തെടുക്കാനും വളരെ ഈസിയാണേ. നമുക്ക് തനിയെ വളരെ എളുപ്പത്തിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ആ സ്ക്രൂ ഇട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താലും മതി. ഇതിൻ്റെ ബ്ലാക്ക് കളറും അവൈലബിൾ ആയിരുന്നു. പക്ഷേ എനിക്ക് വൈറ്റാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ വൈറ്റ് ചൂസ് ചെയ്തത്. നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്യാൻ വളരെ നല്ലതാണ്. എന്തായാലും ഈ പ്രോഡക്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ആ 2 പീസും നമ്മൾ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം. ഈ സ്റ്റാൻഡ് വെക്കാനായിട്ട് ഒരു പ്ലേസും എൻ്റെ മൈൻഡിലുണ്ട്. അപ്പം നമുക്കതിനെ അവിടേക്ക് കൊണ്ടുവെക്കാവേ. അതിന് മുന്നേ ഇതിനൊന്ന് തുടച്ചെടുക്കണം. കാരണം മാനുഫാക്ചറിങ് കഴിഞ്ഞ ഉടനെ ഇവർ പാക്ക് ചെയ്ത് അയച്ചതാണോ എന്നാണ് എൻ്റെ ഡൗട്ട്. ഇതിനകത്ത് നിന്ന് പെയിൻറ്റൊക്കെ എൻ്റെ കയ്യിൽ നന്നായിട്ട് പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ വൈറ്റ് ഇനാമൽ പെയിൻറ്റ് ഒരു കോട്ട് കൊടുത്താലോ എന്നൊരു ആലോചന ഉണ്ട്. പക്ഷെ തൽക്കാലം ഇപ്പം ചെയ്യുന്നില്ല. ഇപ്പം നമുക്ക് അതിനുള്ള നേരെ ഇല്ല കേട്ടോ. നല്ല ഈവനിങ് ആയിട്ടുണ്ട്. സന്ധ്യ ആവുന്നതിന് മുന്നേ നമുക്കിതിനകത്ത് പ്ലാന്റ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിനെ എവിടാ വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടേക്ക് വെച്ച് കൊടുക്കാവേ. നമ്മുടെ ഈ വൈറ്റ് കോർണറിൽ തന്നെയാണ് ഈ വൈറ്റ് സ്റ്റാൻഡും ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആ സ്റ്റാൻഡിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ച് സ്പേസ് ഉള്ളത്. കുറച്ച് സ്പേസ് ഉള്ളതെന്നല്ല, കുറച്ച് ഷെയ്ഡുള്ള സ്പേസ് ഉള്ളത്. നമ്മൾ ഷെയ്ഡിൽ വെക്കേണ്ട കുറച്ച് പ്ലാന്റ്സ് ആണ് ഇതിൽ വെക്കാനായിട്ട് മനസ്സിൽ കരുതിയിരിക്കുന്നത്. അന്ന് ഈ മണി പ്ലാന്റ് നമ്മൾ നട്ട് വെക്കുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതിരിക്കേണ്ട കറക്റ്റ് സ്പേസ് ഇതല്ല, നമുക്കിതിന് വേണ്ടിയിട്ട് നല്ലൊരു സ്പേസ് കണ്ടെത്തണമെന്നൊക്കെ. അപ്പോൾ ഇവർക്ക് ഷെയ്ഡാണല്ലോ ഇഷ്ടം. അപ്പോൾ ഷെയ്ഡുള്ളൊരു സ്പേസ് കിട്ടുകയും വേണം, നമുക്ക് അവരെ സേഫായിട്ട് വെക്കുകയും വേണം. ഞാൻ അവിടെ സ്റ്റാൻഡ് വെച്ചിട്ട് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് ഫോൺ വെച്ച് വീഡിയോ എടുക്കാനുള്ള സൗകര്യം കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വെട്ടവും വെളിച്ചമൊക്കെയുള്ള നല്ല ഒരു ഏരിയയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇവിടെ വെച്ച് പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചതിന് ശേഷം നമുക്ക് വെക്കേണ്ട സ്പേസിലേക്ക് മാറ്റി വെക്കാവേ. മണി പ്ലാന്റ്സിന് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പെന്നിക്കുട്ടനുണ്ടല്ലോ, ഇയാളെയും വൈറ്റ് പോട്ടിലൊക്കെ നട്ട് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് അതിന് വേണ്ട ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഏരിയയിലല്ലായിരുന്നു വെച്ചിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരന് എപ്പോഴും പരാതിയായിരുന്നു എന്നെ മാത്രം ഈ വെയിലത്താണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ പരാതി മാറ്റാനായിട്ട് ഞാൻ ഈ സ്റ്റാൻഡിലേക്ക് വെക്കുന്നുണ്ട്. അവരെല്ലാവരും അവിടെ ഹാപ്പിയായിട്ട് അങ്ങനെ അങ്ങ് ഇരിക്കട്ടെ അല്ലേ. നല്ല വെയിലുള്ള ഏരിയയിലാകുമ്പോൾ ഇവർക്ക് കുറച്ച് വെയിൽ നന്നായിട്ട് അടിക്കുമ്പോൾ വാടി പോകുന്നുണ്ടേ. പക്ഷേ ഒരു പാർഷ്യൽ സൺലൈറ്റാണ് ഇവരൊക്കെ ഇഷ്ടപ്പെടുന്നത്. ഈ മണി പ്ലാന്റിൻ്റെ നിയോൺ പോത്തോസിൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് അങ്ങ് മറന്നു പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാക്ക് സൈഡിലെ പ്രൊപ്പഗേഷൻ ഏരിയയിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അയാളെ കൂടി ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഇതിൽ വെച്ചിട്ടുണ്ട്. ഈ സ്റ്റാൻഡിൻ്റെ രണ്ട് തട്ടുകൾ തമ്മിലുള്ള ആ സ്പേസ് കുറച്ച് കുറവാണ്. ഒരുപാട് ഹൈറ്റുള്ള പ്ലാന്റ്സ് നമുക്കിവിടെ വെക്കാൻ പറ്റില്ല. പക്ഷേ ഇതുപോലുള്ള മണി പ്ലാന്റൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ 1-2 തമ്മിലുള്ള സ്പേസാണ് നമുക്ക് ഒത്തിരി, മുകളിലത്തെ ആ 2 തമ്മിലുള്ള സ്പേസാണ് ഒരുപാട് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കിയെല്ലാം വലിയ പ്രശ്നമില്ല, എന്നാലും കുഴപ്പമില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. സ്ട്രോങ് ആണോ എന്ന് ചോദിച്ചാൽ സ്ട്രോങ് ആണ്. പിന്നെ നമ്മൾ വലിയ സിമൻറ്റ് പോട്ടൊന്നും എടുത്ത് വെക്കാതിരുന്നാൽ മതി കേട്ടോ. നമുക്ക് എന്തായാലും പ്ലാന്റ്സ് വെക്കാനാണല്ലോ അല്ലേ. അപ്പോൾ അതിന് വലിയ വെയിറ്റ് വരുന്നില്ലല്ലോ. അതിൻ്റെ അത്രയും വെയിറ്റൊക്കെ താങ്ങുന്ന ഒരു സ്റ്റാൻഡ് തന്നെയാണ്. റെസിസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഔട്ട്ഡോറും ഇൻഡോറും വെക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കുറേ നാളും കൂടി ഇതിനെ കീപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തായാലും നമ്മൾ വെട്ടവും വെളിച്ചമുള്ള ഏരിയയിൽ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വെക്കേണ്ട സ്ഥാനത്തേക്ക് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെയും പ്ലാന്റ്സ് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അധികം സ്പേസ് ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ വെർട്ടിക്കലായിട്ട് പ്ലാന്റ്സ് വെക്കുകയാണെങ്കിൽ കുറേ പ്ലാന്റ്സ് നമുക്കിതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുമല്ലേ. അങ്ങനെ എന്തായാലും നമ്മുടെ മണി പ്ലാന്റ്സും പെന്നിവേർട്ടും ഒക്കെ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. ഞാനും ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ, ബൈ.